പല ബിഗിനേഴ്സും ജിമ്മിൽ കിട്ടിയ ഒരു മെയിൻ റീസൺ ഉണ്ട്. അത് ജിമ്മിൽ പോകാൻ ടൈം ഇല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ജിമ്മിൽ പോകാൻ ഹാർഡായോണ്ടോ വർക്ക്ഔട്ട് ചെയ്യാൻ മടിയായോണ്ടോ ഒന്നല്ല. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് സെറ്റിംഗ് അൺറിയലിസ്റ്റിക് ഗോൾ. ഒട്ടുമിക്ക ബിഗിനേഴ്സും അവരുടെ ഏതെങ്കിലും ഒരു ഫേവറേറ്റ് സെലിബ്രിറ്റിയോ ഒരു മൂവി സ്റ്റാറോ അവരുടെ സ്പോർട്സ്മാനോ കണ്ടിട്ടായിരിക്കും അവർ ജിമ്മിലോട്ട് വരുന്നത്. എന്നിട്ട് 2 ആഴ്ച വർക്ക്ഔട്ട് ചെയ്തിട്ട് അവരെ പോലെ മസിൽ ഗെയിൻ ആയില്ല, അവരെ പോലത്തെ ആപ്സ് വന്നില്ല, അവരെ പോലെ ഫാറ്റ് ലോസ് ആയില്ല എന്ന് പറഞ്ഞിട്ട് ഡീമോട്ടിവേറ്റഡ് ആയിട്ട് 2 വീക്സിൽ വർക്കൗട്ട് നിർത്തി പോകും. ഞാനൊരു കാര്യം ചെയ്യട്ടെ, നിങ്ങൾ ഈ 2 വീക്സിലാണോ അൺഫിറ്റ് ആയത്, ഓർ നിങ്ങൾ ഈ 2 വീക്സ് കൊണ്ടാണോ നിങ്ങൾ ഇപ്പോൾ ഉള്ള ഒരു അവസ്ഥയിലോട്ട് എത്തിയോ ഇത്ര ഫാറ്റ് ഗെയിൻ ആയത്? പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഈ 2 വീക്സിൽ മാത്രം നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവണം എങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നത്? ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡ്, നെവർ കമ്പയർ യുവർ ചാപ്റ്റർ 1 വിത്ത് സമ്മൺ എൽസ് ചാപ്റ്റർ 20. അതായത് നിങ്ങൾക്ക് 2 ആഴ്ചയിൽ റിസൾട്ട് വരുന്നില്ല, ഓർ ട്രമൻഡസ് റിസൾട്ട് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ക്വിറ്റ് ചെയ്ത് പോവാതിരിക്കുക. സോ നിങ്ങൾ ഡീമോട്ടിവേറ്റഡ് ആവാതെ നിങ്ങൾ ജിമ്മിൽ കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ സെറ്റ് സ്മോൾ റിയലിസ്റ്റിക് ഗോൾ. ഫോർ എക്സാമ്പിൾ, ചെറിയ മാർജിനിലെ ഹെൽത്തി ഫാറ്റ് ലോസിൽ ഫോക്കസ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്ന ചെറിയ സ്ട്രെങ്ത് ലെവൽ ചേഞ്ചസ്, നിങ്ങളുടെ ഔട്ട്ഫിറ്റിൽ ഉണ്ടാവാൻ പോകുന്ന ചേഞ്ചസ്, മെന്റൽ ഹെൽത്ത് ചേഞ്ചസ്, പിന്നെ നിങ്ങൾക്ക് ആ ഡെയിലി പോകുമ്പോൾ കിട്ടുന്ന ഹാപ്പിനെസ്, ഇങ്ങനത്തെ ചെറിയ ഫാക്ടേഴ്സ് മതി നിങ്ങളൊന്ന് ജിമ്മിൽ കൺസിസ്റ്റന്റ് ആവാൻ. കൺസിസ്റ്റന്റ് ആയാൽ തന്നെ നിങ്ങൾക്ക് വേണ്ട റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. കൺസിസ്റ്റൻസി ഈസ് ദ മെയിൻ കീ ഫോർ എനി റിസൾട്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം, അതായത് നിങ്ങൾ കുഴിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടേണ്ട ഡയമണ്ട് എന്തായാലും കിട്ടും. സോ ഡയമണ്ടിന്റെ അടുത്തെത്തുമ്പോഴത്തേക്കും നിർത്തി പോവാതിരിക്കുക. ആൻഡ് അതേപോലെ റിമെമ്പർ ദാറ്റ് റോം ഈസ് നോട്ട് ബിൽറ്റ് ഇൻ എ ഡേ. സോ ഇറ്റ് ടേക്സ് ടൈം ഫോർ എനി റിസൾട്ട്. അതിപ്പോൾ നല്ല ഹാബിറ്റ് ആണെങ്കിലും ചീത്ത ഹാബിറ്റ് ആണെങ്കിൽ യുവർ ബോഡി നീഡ്സ് ടൈം ടു അഡാപ്റ്റ്.